ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിലേക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇത് ബ്രെഡ് ക്രംസ് ആണ്. അതായത് ബ്രെഡിൻ്റെ ഈ മുകളിലും താഴെയും വരുന്ന ഭാഗങ്ങളൊന്നും ആരും അധികം കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ബാക്കിയുള്ളത് ബ്രെഡ് ക്രംസ് ആയിട്ട് വയ്ക്കുക. മറ്റേത് പെരിഞ്ജീരകമാണ് കേട്ടോ. അതും ഫുള്ളായിട്ടൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികൾക്ക് പിസയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്വയർ പീസില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിസയ്ക്ക് നല്ല ടേസ്റ്റും കിട്ടും, നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു അട്രാക്ഷനും കിട്ടും. ഇത് അമൃതം പൊടിയാണ്. അപ്പോൾ ഇതുപോലെ അമൃതം പൊടി കൈ കിട്ടുന്ന സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളുപ്പും ചെറിയ ജീരകമൊക്കെ വറുത്ത് പൊടിച്ചത് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു ഭരണിയിലാക്കി സൂക്ഷിക്കാം. ഇതുപോലെ ശർക്കരപ്പാനി റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഈവനിങ് സ്നാക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും ടിന്നിലേക്ക് കറക്റ്റായിട്ട് പോകാനായിട്ട് താഴെയൊന്നും പോകാതെ ഇതുപോലെ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ക്രംസൊക്കെ നമുക്ക് എല്ലാ നോൺ വെജ് കറികളിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടലക്കറികളിലൊക്കെ നല്ല ഒരു തിക്കനിങ് ഏജൻ്റായിട്ട് അതല്ലെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ബ്രെഡ് ക്രംസ്. പിന്നെ നമുക്ക് കട്ട്ലറ്റ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഓയിൽ ഫ്രൈ ചെയ്യുന്ന എല്ലാത്തിലും നമുക്ക് തന്നെ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ പിസയൊക്കെ ചീസൊക്കെ ചേർത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഏത് സ്നാക്കിലും ഞാൻ നേരത്തെ കാണിച്ച സ്ക്വയർ പീസില്ലേ ബ്രെഡിൻ്റെ, അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഏത് തരത്തിലുള്ള സ്നാക്കിനായാലും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഒരു ചെറിയ പീസ് പച്ചച്ചക്കയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇത്തിരി മടിയുള്ള കാര്യമാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു മൂത്ത, അതായത് പാകമായിട്ടുള്ളൊരു ചക്കയായിരുന്നു. അപ്പോൾ ഇനി ഇത് വച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുളിപ്പൊക്കെ വരും. പിന്നെ നമുക്ക് ഈ പച്ചച്ചക്ക കഴിക്കാനുള്ള ആഗ്രഹമൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മുകളിലുള്ള ആ ഒരു കൂഞ്ഞില ഭാഗം കട്ട് ചെയ്ത് കളയുക. പിന്നെ ചക്ക കണ്ട ഒരു പീസൊന്ന് കഴിക്കാൻ തോന്നുമല്ലോ. ചക്ക കപ്പയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പീസ് കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ്, പക്ഷേ മധുരം വെച്ചിട്ടില്ല കേട്ടോ. ഇനി സാധാരണ നമ്മൾ ചക്ക മടലിൽ നിന്നും ചക്കയല്ലേ ഉലിഞ്ഞെടുക്കുന്നത്. ഞാൻ സാധാരണ ഇതുപോലെ ചെയ്യണത്, ചക്കയിൽ നിന്നും ചക്കയുടെ മടൽ ചെത്തിക്കളയുക. എളുപ്പത്തിൽ ഉതിർന്ന് കിട്ടാനായിട്ട് ഈ ഒരു ടിപ്പ് നല്ലതാണ്. ഇത് പഴുത്ത ചക്കയായാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ വലിയ ഇതില്ലേ, ഈ പൊല്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാ വലുതാണെങ്കിൽ മാത്രം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. മറ്റേ ചെറുതൊക്കെ ആണെങ്കിൽ ചക്കയിൽ ഇരുന്നെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാത്രം കളഞ്ഞാൽ മതി. പലരും ഇപ്പോൾ ചക്കയുടെ ആ മുള്ളുള്ള ഭാഗം മാത്രമല്ലേ കളയുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് എഡിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കറി വെച്ചൊക്കെ കഴിക്കാൻ പറ്റും. ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി നുറുക്കിയിട്ടുണ്ട്. ചക്കക്കുരു നല്ല ചക്കക്കുരുവാണ്, നമുക്ക് വേറെ റെസിപ്പീസിനൊക്കെ എടുക്കാം. ഇനി ഇതുപോലെ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ചക്ക ഇതുപോലെ ചെറിയ ചെറിയ ബോക്സുകളിലാക്കി ഇട്ട് കൊടുക്കുക. ഒരുപാട് കുത്തി നിറച്ചിടാണ്ട് ഒരു ക്യാപ്പ് വെച്ച് അടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിന് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇപ്പോൾ അടുത്ത എന്തെങ്കിലും റെസിപ്പീസിന് വേണ്ടിയിട്ട് വേവിച്ച് വയ്ക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ പിന്നെ ചക്ക അങ്ങനെ പഴുത്തൊന്നും പോകുന്നു പേടിക്കണ്ട. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. 1-2 പീസ് ഇങ്ങനെ ഇളകി പോന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് പുറത്ത് വയ്ക്കുമ്പോഴേക്കും ഇതെല്ലാം തന്നെ വിട്ട് കിട്ടും. വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചതുകൊണ്ട് നമ്മളിത് വാഷ് ചെയ്യുക ഒന്നും വേണ്ട. ഇനി നമ്മൾ ഏത് റെസിപ്പിക്ക് വേണമെങ്കിലും ഇതുപോലെ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ പച്ചച്ചക്ക ധാരാളമായി കിട്ടുന്ന സമയത്തൊക്കെ ഫ്രീസറിൽ എളുപ്പത്തിൽ സൂക്ഷിച്ച് വെക്കാൻ, പച്ചച്ചക്ക സൂക്ഷിച്ച് വെക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ് ഇതാണ്. വെറുതെ നമ്മളങ്ങ് ക്ലീൻ ചെയ്ത് സിപ്ലോ കവറിലോ ഫ്രീസറിലോ ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ സൗകര്യം അനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെ ഞാനിപ്പോൾ തൽക്കാലം കുറച്ചത് ഇതുപോലെ ഉള്ളിയും മുളകൊക്കെ ചതച്ചതെടുത്ത് ഈ പച്ചച്ചക്ക വേവിച്ചതും കൂടി ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ചായയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ചക്കയുടെ ഏത് റെസിപ്പീസും നമുക്ക് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുമല്ലോ.
അതുപോലെ തന്നെയാണ് അത് ഇതുപോലെ പപ്പായ കയ്യിൽ കിട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പപ്പായയും ഒരു 2 ക്യാരറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഏത് സീസണിലായാലും ഒരു പനി സീസണൊക്കെ വരുമല്ലോ. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ധാരാളം പപ്പായ അതുപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ തോരനാക്കി കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈ പപ്പായ മുരിങ്ങയിലൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ 2 ക്യാരറ്റും കൂടി ചേർത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് എല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഞാൻ ചോപ്പറിലിട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യരുത് കേട്ടോ. വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ അഴുകി തുടങ്ങും. അപ്പോൾ ഇതുപോലെ വെച്ചാൽ മതി. ഇപ്പോൾ പപ്പായയിലൊന്നും അങ്ങനെ ഒരുപാട് പോയിസണൊന്നും അടിച്ചുണ്ടാക്കണതല്ലല്ലോ, നമ്മുടെ വീടുകളിൽ ഉണ്ടാവണതല്ലേ. അപ്പോൾ കഴുകാതെ തന്നെ സ്റ്റോർ ചെയ്യാം. ഇതുപോലെയുള്ള ചെറിയൊരു ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ക്ലീൻ ചെയ്തിട്ട് ആ വലിയ തണ്ടുകൾ മാത്രം ഒന്നുകൂടെ മാറ്റി മതി. ചെറിയ ചെറിയ ഇങ്ങനെ വെന്താലെന്ന് പോകുന്ന തണ്ടുകളൊന്നും അങ്ങനെ കിള്ളി മാറ്റണം എന്നില്ല. ഈ ഇലകളൊക്കെ ഒന്ന് നുള്ളിയെടുക്കുക. ഇത് വലിയ തണ്ടുകളാണല്ലോ, അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കിളുന്ത് തണ്ടുകളൊക്കെ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതും ഒരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ താളിച്ചിടുന്ന പോലെ കടുകോ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കടുകൊക്കെ വറുത്തിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്ത് നമുക്ക് തോരനുണ്ടാക്കി കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരൻ. നമ്മൾ തേങ്ങ കുറച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തോരനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയായിട്ട് തേങ്ങ ഇല്ലാണ്ടും ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിക്കും ഒരു നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഇതാണല്ലോ. മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കറികളിലൊക്കെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. ഈ അലർജി പോലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പല ഡോക്ടേഴ്സും ഇപ്പോൾ മഞ്ഞൾപ്പൊടി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ തോരനാക്കി ഇപ്പോൾ ഇത്രയും നമ്മൾ ചോപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ചെറുതാക്കിയിട്ടല്ലേ ചോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പാനിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതുപോലെ ഒന്ന് കുടഞ്ഞ് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് മുരിങ്ങയില അതല്ലെങ്കിൽ ചീര ഒരു കൈപ്പിടി മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. പക്ഷെ ചേർത്താൽ അതിൻ്റെ ആ ഗുണം അതിലെല്ലാത്തിലും കിട്ടും. പിന്നെ തേങ്ങ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാ മസാലകൾക്കും അതിൻ്റേതായ ഓരോ ഗുണങ്ങളുണ്ട്. അതുപോലുള്ളൊരു മസാലകൾ വരുന്നതാണ് ചെറിയ ജീരകം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള തോരനിലൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ഗുണങ്ങളും ഉള്ളതാണ്. അപ്പം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. വലിയവർക്കാണെങ്കിലും ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ചോറിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ സെറ്റായി. പലർക്കും അറിയാവുന്നതൊക്കെ ആയിരിക്കും, ചെയ്യുന്നതായിരിക്കും. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു മടിയും തോന്നില്ല. ഇതുപോലെ ബോക്സുകളിലാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി എളുപ്പത്തിൽ പുട്ടുണ്ടാക്കാനായിട്ട് ഇതുപോലെ വറുത്ത അരിപ്പൊടി എടുക്കുക. അപ്പോൾ അരിപ്പൊടി എടുത്ത അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ചോറും ചേർത്ത് കൊടുക്കുക. വൈറ്റ് റൈസോ ബ്രൗൺ റൈസോ ഏതായാലും മതി. ഒരല്പം ഉപ്പ്, അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാരയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഈ പുട്ടിൻ്റെ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ടതിന് ശേഷം പൾസിൽ 2-3 പൾസ് മാത്രം കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ചേർന്ന് കട്ടയായിപ്പോവും. ഇനി ഇങ്ങനെ പുട്ടിൻ്റെ പൊടിയുടെ പാകം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൽപ്പം ചോറ് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കുഴഞ്ഞ് പോയത് കൂടുതലാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ടെക്സ്ചർ മനസ്സിലാവും.
ഇനി ഇത് ഇപ്പോൾ നമുക്ക് കൈക്ക് ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഈ പുട്ടിൻ്റെ പൊടി കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കൈ നനക്കാൻ മടിയുള്ളവർക്ക് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ മിക്സിയിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട്, ആ പൾസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാടിട്ട് അടിച്ച് വെക്കരുത്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ലെയർ ചെയ്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, കൈ വെച്ച് പൊടിക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞ് പോണ, നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇഞ്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പീൽ ചെയ്തെടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഈ ചൂട് കിട്ടുന്ന ഭാഗങ്ങളില്ലേ, ഇവിടെ വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കൊരു കവറിൽ എന്തെങ്കിലും ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇഞ്ചിയുടെ ഏത് ആവശ്യത്തിനും എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ 2 ദിവസത്തിനുള്ളിൽ ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെക്കാം. ഇനിയിപ്പോൾ പേസ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിർത്തി പേസ്റ്റ് ആക്കാം. ഇഞ്ചിയുടെ സ്കിന്നൊക്കെ മാറ്റി പെട്ടെന്ന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ഈസിയാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരു ബേക്കിംഗ് പൗഡറും വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം കേട്ടോ, എന്നാലേ അതിന് ആക്ഷൻ കിട്ടുള്ളൂ. ഒരു തരി ഉപ്പും ഇത്തിരി ഡിഷ് വാഷും കൂടി ചേർത്ത് ഇതൊരു സൊല്യൂഷൻ ആക്കിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഈ മെഷീനില്ലേ അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കുള്ള പോർഷനിലും തേച്ച് കൊടുക്കാം. അതുപോലെ മിക്സിയുടെ ജാറിൻ്റെ ആ താഴ്ഭാഗം ഉണ്ടല്ലോ, മിക്സിയോട് ചേർന്ന് വരുന്ന ഭാഗം, അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അതിലൊക്കെ തേച്ച് കൊടുത്താലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ നമുക്കിങ്ങനെ കൈ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിലാണ് ബ്രഷ് വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്നുകൊണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തേക്കുമ്പോൾ തന്നെ ഇതിലുള്ള അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഈ ഒരു ലോഷൻ ഇതുപോലെ ഇത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനീഗറും ബേക്കിംഗ് പൗഡറും കൂടി ചേർന്ന് വരുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നാൽ മാത്രമേ ഈ ഒരു ആക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതുപോലെയുള്ള സ്ക്രബ്ബർ വെച്ചിട്ട്, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്താൽ ആ പാടിങ്ങനെ ശരിക്കും ഇതിൽ വീഴും. അപ്പോൾ ആ ഓരോ പാടിലും വീണ്ടും ഒരുപാട് അഴുക്ക് ഇങ്ങനെ കയറി അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ വെച്ച് യൂസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കുക. നനഞ്ഞ വെള്ളത്തിൽ മുക്കി 2-3 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഇങ്ങനെ ഹോളുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഈ തുണി ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചെയ്തെടുക്കുക. അകത്തുള്ള എല്ലാ അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഈ മിക്സിയുടെ കാലപ്പഴക്കങ്ങൾ കൊണ്ട് വന്നു പോയിട്ടുള്ള ഡാമേജസ് ആണ് കണ്ടോ. ഇവിടെയൊക്കെ ഇതൊന്നും നമ്മൾ ദൂരമുള്ള ലോഷനിൽ ക്ലീൻ ആവില്ല. അതല്ലാതെ ഏത് ഫുഡിൻ്റെ വേസ്റ്റ് ആണെങ്കിലും, അതായത് പാർട്ടിക്കിൾസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്ത് നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങുന്ന രീതിയിലാക്കിയെടുക്കാം. ഇനി ആ ഒരു സെയിം ലോഷൻ തന്നെ നമുക്ക് ഇതുപോലെ സിങ്കിൽ തേച്ച് കൊടുത്താലും സിങ്കൊക്കെ നല്ല പളപളാന്ന് മിന്നും കേട്ടോ. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ 2-3 മിനിറ്റ്, 2-3 മിനിറ്റ് അല്ല, ഒരു 15-20 മിനിറ്റൊക്കെ വെള്ളം വിടാതെ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നല്ല ഗ്ലേസിങ്ങോടുകൂടി ഇരിക്കും. ഗ്ലേസിങ് മാത്രമല്ല ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ, എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്നതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാ കമൻസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഫാമിലിക്കും